ഓക്കെ ഗേയ്സ്, ഇവിടെ ഞാനേ ബീച്ചിന്റെ അവിടേക്ക് വന്നേക്കാണ് കേട്ടാ. എന്തപ്പ ചെയ്യാ, വീട്ടിലിരുന്ന് ബോറടിക്കാണേ. അതുകൊണ്ട് ഞാൻ ബീച്ചിന്റെ അവിടേക്ക് വന്നേക്കാണ്. ഒരു മിനിറ്റ്, ഇതെന്തത് ഗൈസ്? ഇത് നോക്കിയേ, ഇവിടെ എന്തൊരു ആൾക്കൂട്ടുണ്ടല്ലോ. ഇവിടെ എന്താ വല്ല മത്സരം നടക്കണ്ട? ഇതുണ്ടല്ലേ, മുമ്പില് ഒരു വലിയ കേജൊക്കെ വെച്ചിട്ടുണ്ട്. എന്തോ മത്സരം നടക്കണ്ടെന്ന് തോന്നണേ. മിക്കവാറും വല്ല ഫൈറ്റ് ചെയ്യണ മത്സരവും. പക്ഷെ എന്റെ പൊന്ന് ഗൈസ്, അത് നോക്കിയേ, അവിടെ എന്തോ ഫൈറ്റ് നടക്കുന്നുണ്ട്. ഒരാളെന്നെ അവിടെ അടിച്ച് വീഴ്ത്തിട്ടുണ്ട്. അങ്ങനെ ഇയാളുടെ കാര്യത്തിൽ തീരുമാനമായി. വലിയ കാര്യമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വന്നതാ. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? അവിടെ ചത്ത് എടുക്കണ്. അതെ, ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാ? എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ ധൈര്യം ഉണ്ടാ? എന്നെ ആരാണോ അടിച്ച് വീഴ്ത്തിന്നെ അവർക്ക് $1 കോടി ക്യാഷ് പ്രൈസ് ആയിട്ട് കൊടുക്കും. $1 കോടി. ആരെങ്കിലും വായോ, എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യ്. എന്നെ അടിച്ചു വീഴ്ത്തുന്ന ആൾക്ക് $1 കോടി കിട്ടും. അല്ലാത്തവര് ഇതേപോലെ ചത്തെടുക്കും. ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാ? ധൈര്യമുള്ളവർ കയറി പോരെ. കമോൺ, ലെറ്റ്സ് ഫൈറ്റ്. അത് ശരി, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് ഗൈസ്. അതെ, ഇവിടെ ബീച്ചിന്റെ അവിടെ എന്തോ ഫൈറ്റ് ഒക്കെ നടക്കുന്നുണ്ട്. അവിടെ ഒരാൾ നിൽക്കണില്ലേ, അയാള് ലോസ് ആൻഡോസിലെ വലിയ ഫൈറ്റർ എന്നാ പറയണേ. അയാളെ അടിച്ചിടാനായിട്ട് ഒരാൾക്കും പറ്റില്ലാന്ന്. ബൈ ചാൻസ് അയാളെ ആരെങ്കിലും അടിച്ചിട്ടു, അന്നേരം അയാള് അവർക്ക് $1 കോടി കൊടുക്കുന്ന പറയണേ. ഞാനപ്പോ ആലോചിക്കണതേ, ആ ഫൈറ്റില് പാർട്ടിസിപ്പേറ്റ് ചെയ്താലോ ഒന്ന്. നിങ്ങളപ്പോ ഇതായിരിക്കും വിചാരിക്കണ്ടാവുക ഞാൻ എങ്ങോട്ടേക്കാ കൂടി പോണേന്ന്. ഗൈസ്, അതെ, ഒരു കാര്യം പറയാലോ, ഞാൻ ആക്ച്വലി ഇതിനു വേണ്ടി പ്രിപ്പയർ ആയിട്ടില്ല. അയാള് ലോസ് ആൻഡോസിലെ വലിയ ഫൈറ്ററാ. ഇപ്പൊ അയാളുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ നിന്നാലേ പണിപ്പാളുള്ളൂ. അയാൾ എന്നെ സുഖമായിട്ട് അടിച്ച് പഞ്ഞിക്കിടും. കാരണം ഞാൻ അത്രയ്ക്ക് പവർഫുൾ അല്ലേ. എനിക്കപ്പോ പവർഫുൾ ആയിട്ട് മാറണം. അതിപ്പോ കുഴപ്പമില്ല, നമുക്ക് 2 മിനിറ്റ് കൊണ്ട് പവർഫുൾ ആവാൻ പറ്റും. നിങ്ങൾക്ക് പിന്നെ അറിയാലോ, എൻ്റെ കയ്യിൽ മറ്റേ സാധനം ഉണ്ട്, ആ മാജിക്കൽ പെയിന്റിംഗ് ബോർഡ്. അതിൽ എന്ത് ഐറ്റം വരച്ചാലും അത് റിയൽ ലൈഫിൽ വരെ. ഞാനപ്പോൾ ആ ബോർഡിലെ എന്നെ തന്നെ വരയ്ക്കാൻ പോവാ. എന്നിട്ട് സൈഡിൽ എഴുതി വയ്ക്കും പവർഫുൾ ഫ്രാങ്ക്ലിന്ന്. അന്നേരം ഞാൻ പവർഫുൾ ആയിട്ട് മാറേ. പിന്നെ എന്നെ ഒരാൾക്കും അടിച്ചു വീഴ്ത്തിടാൻ പറ്റില്ല. മനുഷ്യന്മാരുടെ കാര്യം വിട്, അവഞ്ചേഴ്സിന് പോലും എന്നെ അടിച്ചു വീഴ്ത്തിടാൻ പറ്റില്ല. ഞാൻ അത്രയ്ക്കും പവർഫുൾ ആവും. നമുക്കപ്പോൾ അതേപോലെ ചെയ്യാം. 5 minutes later. ഓക്കെ, നമ്മളങ്ങനെ വീട്ടിലേക്ക് വന്നേക്കാ. ഈ ബൈക്ക് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ആ ബോർഡിലെ എന്നെ തന്നെ വരയ്ക്കാം. എന്നിട്ട് പവർഫുൾ ഫ്രാങ്ക്ലിനാക്കി മാറ്റാം. അല്ല ഫ്രാങ്ക്ലിനാണ് എന്നിട്ട് വരയ്ക്കണ്. ഒന്നുമില്ല ഷിൻചാനെ, ഞാനേ എന്നെ തന്നെ വരയ്ക്കാൻ പോവാ. എടാ ഷിൻചാനെ, ആ ബീച്ചിൻ്റെ അവിടെ ഒരു മത്സരം നടക്കുന്നുണ്ട്, ഒരു ഫൈറ്റ് ചെയ്യണ മത്സരം. അവിടെ ഒരു മെയിനായ ഫൈറ്റർ ഉണ്ട്. അയാളെ അടിച്ചു വീഴ്ത്തിട്ടല്ലേ അയാൾ നമുക്ക് $1 കോടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനപ്പോൾ ആ ഫൈറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താലോ എന്ന് ആലോചിക്കണേ. അത് ശരി, അത് കൊള്ളാലോ. അല്ല, അണ്ണൻ ഇപ്പം എന്താ ചെയ്യണ്? ഇപ്പം എന്നിട്ട് വരയ്ക്കാൻ പോണ്? എടാ ഷിൻചാനെ, അതെ, ഞാനിപ്പോൾ ഫൈറ്റ് ചെയ്യാൻ പോണ ആളില്ലേ, അയാൾ ലോസ് ആൻഡോസിലെ വലിയൊരു ഫൈറ്ററാണ്. അയാളെ അടിച്ചു വീഴ്ത്താൻ തന്നെ ഇച്ചിരി പാടാണ്. എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ഞാനൊക്കെ ചെന്നാലേ അയാൾക്ക് തന്നെ സുഖമായിട്ട് അടിച്ച് വീഴ്ത്തിടാൻ പറ്റും. ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോവാ. ഞാനിപ്പോൾ എന്നെ തന്നെ വരയ്ക്കാൻ പോവാ. എന്നിട്ട് ഭയങ്കര പവർഫുൾ ആക്കി മാറ്റാൻ പോവാ. അന്നേരം എന്നെ ഒരാൾക്കും അടിച്ച് വീഴ്ത്തിടാൻ പറ്റില്ലേ. ഞാനിപ്പോൾ അതാ നോക്കണേ. ഓക്കെ, ഇവിടെ ഞാൻ എന്നെ തന്നെ വരച്ചേക്കാ. നമുക്ക് കുറച്ച് 6 പാക്കൊക്കെ ആഡ് ചെയ്യാം. 6 പാക്കാ? അണ്ണാ, ഇത് 6 പാക്കല്ല, ഫാമിലി പാക്കാ. എന്തുവാ അത്? ഭയങ്കര ബോറുണ്ടല്ലോ. എടാ ഷിൻചാനെ, നിനക്കറിയാലോ എൻ്റെ ഡ്രോയിങ് അത്ര ശരിയല്ല. അതിപ്പോൾ കുഴപ്പമില്ല, മാജിക്കൽ പെയിന്റിംഗ് ബോർഡിന് സംഭവം എന്താണെന്ന് മനസ്സിലാവും. അപ്പം ഇത്ര ഉള്ള പരിപാടി. ഇനിയിപ്പോൾ നമുക്ക് സൈഡിൽ എഴുതി വയ്ക്കാം. സൈഡിൽ പവർഫുൾ ഫ്രാങ്ക്ലിന്ന് എഴുതി വയ്ക്കാം. അന്നേരം മാജിക്കൽ പെയിന്റിംഗ് ബോർഡിന് മനസ്സിലാവും ഇതെന്താ സംഭവം എന്ന്. അപ്പോൾ ഇത്ര ഉള്ള പരിപാടി. ഇനിയിപ്പോൾ നമുക്ക് ഇത് റിയൽ ലൈഫിൽ കൊണ്ടുവരാം. നമുക്ക് പവർഫുള്ളായിട്ട് മാറാം. 3, 2, 1, ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, ഇതുണ്ടല്ലേ, ഞാനങ്ങനെ ഫൈനലി പവർഫുള്ളായിട്ട് മാറിയേക്കാണ് കേട്ടാ. എനിക്കിവിടെ കുറേ മസിലൊക്കെ വന്നു. എന്തെങ്കിലും ആവട്ടെ. ഇനിയിപ്പോൾ നമുക്ക് നേരെ ബീച്ചിൽ പോവാം. ബീച്ചിൽ പോയിട്ട് ആ ഫൈറ്റിലങ്ങ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇന്ന് എന്തൊക്കെ സംഭവിച്ചാലും
അയാളുടെ കാര്യത്തിൽ തീരുമാനമാക്കും. എന്നിട്ട് $1 കോടി ഞാൻ സ്വന്താക്കും. നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം. ഗൈസ്, അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കിനി നേരെ ബീച്ചിലേക്ക് പോവാം. 20 minutes later. ഓക്കെ, നമ്മളങ്ങനെ ബീച്ചിൻ്റെ അവിടെ വന്നേക്കാ. ഈ ബൈക്ക് കൂടെ പാർക്ക് ചെയ്യാം. എന്തായി, അയാളെ ആരെങ്കിലും അടിച്ച് വീഴ്ത്തിട്ടാ? ഒരു മിനിറ്റ് ഗൈസ്, അങ്ങോട്ടേക്ക് നോക്കിയേ. അയാളവിടെ കൊറോണത്തിനെ അടിച്ച് വീഴ്ത്തിട്ടല്ലോ. എൻ്റെ പൊന്നെ, ഇയാള് ഇത്രയും വലിയ ഫൈറ്ററാണോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്നെ അടിച്ച് വീഴ്ത്തിടാനായിട്ട് ഒരാൾക്കും പറ്റില്ല എന്ന്. ദേ കണ്ടില്ലേ, കൊറോണ എന്താ അവിടെ ചത്ത് കെടുക്കണു. എന്നെ ഒരാൾക്കും അടിച്ച് വീഴ്ത്തിടാൻ പറ്റില്ല. ഞാനാണ് ലോസ് ആൻഡോസിലെ ഏറ്റവും വലിയ ഫൈറ്റർ. എന്നെ അടിക്കാനായിട്ട് ഒരാൾക്കും ധൈര്യമില്ല എന്ന് ആര് പറഞ്ഞു? അതൊക്കെ നിന്റെ വെറും തോന്നല. നിന്നെയൊക്കെ സുഖമായിട്ട് അടിച്ച് വീഴ്ത്തിടാൻ പറ്റും. എന്തേ കാണണ? അതെ, ഒരു കാര്യം പറയാം, ഞാനും ലോസ് ആൻഡോസിലെ വലിയ ഫൈറ്ററൊക്കെ തന്നെയാ. നിന്നെ 1 മിനിറ്റ് കൊണ്ട് ഞാൻ അടിച്ച് വീഴ്ത്തിടും. എന്നിട്ട് $1 കോടി ഞാൻ സ്വന്താക്കും. ഐ ശരി, നീ ആൾക്കൊള്ളാലോ, ഇത്രയും കോൺഫിഡൻസാ. അതെ, ഒരു കാര്യം പറയാം, ഈ ചത്ത് കിടക്കുന്ന ആൾക്കാരില്ലേ, ഇവരും ഇതന്നെയാ പറഞ്ഞേ. ഇവര് വലിയ ഡയലോഗ് അടിച്ച് വന്നതാ. എന്നിട്ട് എന്തായി? അടിയും കൊണ്ട് ഇതേ ഇവിടെ ചത്ത് കിടക്കണു. നിന്റെ അവസ്ഥയും ഇതേപോലെ തന്നെ ആയിരിക്കും. ഓക്കെ ഗൈസ്, ഇവിടെ അങ്ങനെ ഫൈറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തുട്ടാ. ഇയാൾ പറഞ്ഞതേ ഇയാളെന്നെ അടിച്ച് വീഴ്ത്തിടുന്ന്. എന്നെ അടിച്ച് വീഴ്ത്തിടുമെന്ന് നോക്കി നോക്കാം. പക്ഷേ എനിക്ക് തോന്നണില്ല ഇയാളെ കൊണ്ട് പറ്റുമെന്ന്. അയ്യോ, ഇതെന്തത്? ഇയാള് നല്ല അടി അടിക്കുന്നുട്ടാ. ഇയാൾ ശരിക്കും പവർഫുൾ തന്നെയാ. എടാ, നീ എന്ത് വിചാരിച്ചേ എന്നെ സുഖമായിട്ട് അടിച്ച് വീഴ്ത്തിടാൻ പറ്റുന്ന? അതൊക്കെ നിന്റെ പേരും തോന്നല. അതെ, ഒരു കാര്യം പറയാം, നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന് മിക്കവാറും നിന്റെ കാര്യത്തിൽ തീരുമാനമാവും. ഇതെന്തത്? നിനക്കെന്താ ഒന്നും സംഭവിക്കണില്ലേ? ചേട്ടൻ എന്താ വിചാരിച്ചേ എന്നെ സുഖമായിട്ട് അടിച്ച് വീഴ്ത്തിടാൻ പറ്റുന്ന? അതൊക്കെ ചേട്ടൻ്റെ വെറും തോന്നല. അതെ, ഞാനും ഭയങ്കര പവർഫുള്ളായ ആളാ. ചേട്ടനെ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നെ എത്ര വേണമെങ്കിലും അടിച്ചോ, ഒന്നും സംഭവിക്കില്ല. ചേട്ടാ, അതെ, ഒരു കാര്യം ചെയ്, എന്നാ പിടിച്ചോ. ദേ കിടക്കണോ അവിടെ. ഗൈസ്, ഇതണ്ടില്ലേ, ഒരടിക്കനെ വീണു. ചാവട അങ്ങോട്ട്, ചാവ്. അയ്യോ, ഇയാള് ചത്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. ഇയാൾ ചത്ത് കഴിഞ്ഞാ എനിക്കെങ്ങനെ കാശ് കിട്ടുക? ഇയാള് പറഞ്ഞിട്ടുണ്ട് എനിക്ക് $1 കോടി തരാന്ന്. Meanwhile. ഓക്കെ, എനിക്കങ്ങനെ $1 കോടി കിട്ടിയേക്കാൻ കേട്ടാ. ഈ സ്യൂട്ട് കേസിൽ നിറച്ച് ക്യാഷാ. ചേട്ടാ, എന്നാ പിന്നെ ശരിയപ്പോ. ഇനിയും ഇതേപോലെ ഫൈറ്റൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്ക്, ഞാൻ ഉറപ്പായിട്ടും വരാം. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കണ്ട, നേരെ വീട്ടിൽ പോവാം. ഗൈസ്, അപ്പോൾ ഇതുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.